കടം അത് ചില്ലറയാണോ? കടം വാങ്ങിയിട്ട് എത്ര ആളുകളുണ്ട്? കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ജീവിക്കുന്ന ആളുകൾ ഇല്ലേ? ഇതൊക്കെ പറയാൻ പറ്റുമോ? അത് ഗൗരവമുള്ള വിഷയങ്ങളെ പ്രിയപ്പെട്ടവരെ. എത്ര ആളുകളുണ്ട്? ഇപ്പൊ കടം വാങ്ങിയ കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടം ചോദിക്കും പോലെയാണ്, നമ്മൾ അങ്ങോട്ട് യാചിക്കും പോലെയാണ്. തിരിച്ചു കൊടുക്കൂല പല ആളുകളും. കടം കൊടുക്കൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ഒരാള് കടത്തിൽ കുടുങ്ങിയാല്, ഒരാളൊരു പ്രയാസത്തിൽ കുടുങ്ങിയാല് ഓലെ രക്ഷപ്പെടുത്തല് നമ്മുടെ ബാധ്യതയാണ്. ഓലെ രക്ഷപ്പെടുത്തണം. പക്ഷെ ഇപ്പത്തെ കാലത്ത് അതിനും പേടിയാണ്. കാരണം എന്താ? ഇപ്പത്തെ കാലത്ത് കടം കൊടുക്കാനേ പേടിയാണ്. കാരണം ആ കൊടുക്കണ കൊണ്ടുപോണ ആദ്യൊരു ദിവസം നമ്മൾ ആനയ്ക്കരം, ചക്കരയ്ക്കരം, തേനയ്ക്കരം, മാനയ്ക്കരം, പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. നെറ്റ് ഇങ്ങനെ ഇടയ്ക്കൊരു ചെറിയ കളിയുണ്ടല്ലേ? അത് നാളേക്കൊക്കെ റെഡിയാക്കാം. അപ്പോ കാരണം എന്തറിയോ? അത് അത്രയും വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്തെന്നറിയോ? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന് ഇതേ പ്രകാരം ഇങ്ങനെ വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ജയ്ഷ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ജയ്ഷ് എന്നവരെ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കുമ്പോ فرفع رأسه إلى السماء ثم وضع راغته على جبهته. മുത്തുനബി പെട്ടെന്ന് ആകാശത്തേക്ക് തല ഉയർത്തി. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവര് കേൾക്കണം. ഈ ചരിത്രം പറയുമ്പോ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. മുത്തുനബി ഒരിക്കൽ വഅദ് പറയുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. എന്നിട്ടോ നെറ്റിന്റെ മേലെ കൈവച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയല്ലേ ബദരീങ്ങളെ, മമ്പർത്ത വാപ്പ, പടച്ചോനെ നമ്മൾ പറയാറില്ലേ ഇങ്ങനെ മുത്തുനബി കൈവച്ചിട്ട് പറയാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാദാ നുസില മിനത് തശ്ദീദ്. എത്ര ഗൗരവമുള്ള കാര്യമാണ് ജിബ്രീൽ വന്ന് പറഞ്ഞത്. ആരാ പറയുന്നത്? മുത്തുനബി പറയാണ്. എത്ര ഗൗരവമുള്ള കാര്യമാ ജിബ്രീൽ വന്ന് പറഞ്ഞത്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ആ സമയത്ത് ഒന്നും മുത്തുനബിനോട് ചോദിച്ചില്ല. കാരണം എന്തോ ഒരു ഗൗരവമുള്ള കാര്യം മുത്തുനബി പറയണത്, അതെന്താണെന്നറിയില്ല. ആ സമയത്ത് ഞങ്ങൾ ഒന്നും മുത്തുനബിനോട് ചോദിച്ചില്ല. എന്നിട്ടോ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഹാദാ തശ്ദീദുൽ ലദീ നുസില യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങൾ പറഞ്ഞല്ലോ നബിയേ, നിങ്ങൾ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞല്ലോ യാ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞല്ലോ നബിയേ. നിങ്ങൾ അത്ഭുതത്തോടുകൂടി പറഞ്ഞല്ലോ. അതെന്താണ് റസൂലേ? അത് എന്തിനാ നബിയെ ഒന്ന് പറഞ്ഞു തരുമോ? മാ ഹാദാ തശ്ദീദുൽ ലദീ നുസില യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങളിപ്പോ പറഞ്ഞത് ആ ഗൗരവം എന്താണെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്. ഒരാള് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി സ്വഹാബ, പിന്നെ അവനുള്ള ജീവൻ നൽകി, പിന്നെയും അവൻ മരണപ്പെട്ടു പോയി. എങ്ങനെയാണ് മരിച്ചത്? അല്ലാഹുവിന്റെ മാർഗത്തിലാണ് മരിച്ചത്. പിന്നെയും അവൻ മരണപ്പെട്ടു പോയി. പക്ഷേ അവൻ എങ്ങനെയാണ് മരിച്ചത്? അവന്റെ ഒരുപാട് കടക്കാരനായിട്ടാണ് മരിച്ചത്. ഷഹീദായിട്ടാണ്. പക്ഷേ ഷഹീദായി മരിച്ചെങ്കിലും അവൻ മരിക്കുന്ന സമയത്ത് ഒരുപാട് കടക്കാരനാണ്. അല്ലാഹുവേ,
അല്ലാഹുവേ കടക്കാരനായിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ മാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഹത്താ യുഖ്ളാ അൻഹു ദൈനുഹു, അവന്റെ കടം വീട്ടപ്പെടുന്നത് വരെ, മരിച്ചാളുടെ കടം വീട്ടുന്നത് വരെ അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. ആലോചിക്കതിന്റെ ഗൗരവം. ഒരാള് മരിച്ചു, അവരുടെ പേരിൽ ഒരുപാട് കടങ്ങളുണ്ട്. ആ കടങ്ങൾ വീട്ടപ്പെടുന്നത് വരെ ഓ ഷഹീദായി മരിച്ചാലും ശരി സ്വർഗത്തിൽ കടക്കാൻ അത് തടസ്സമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.